മനുഷ്യനിർമ്മിത വൈറസുകൾ പകർച്ചവ്യാധികളായി ലോകം മുഴുവനും പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും പുറത്തുവിടാൻ പോകുകയാണ്. 2019 കൊറോണ എന്ന പേരിൽ പുറത്തുവിട്ട വൈറസിനെ പ്രതിരോധിക്കാനെന്ന വ്യാജേന മനുഷ്യ ശരീരങ്ങളിൽ കുത്തിവെച്ച ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനുകൾ വിജയകരമായി പൂർത്തീകരിച്ചതിന് പിന്നാലെ ഇനി പുറത്തുവിടാനിരിക്കുന്ന വൈറസിനെ പ്രതിരോധിക്കുവാൻ ഇതിനോടകം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പുതിയ വൈറസിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതും വിശ്വസിക്കാൻ പറ്റാത്തതുമായിരിക്കും. മനുഷ്യന്റെ ശരീരത്തെയും തലച്ചോറിനെയും സാറ്റലൈറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനുകൾ എടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങളിൽ ചിലരിലും പുതിയ വാക്സിനേഷനുകൾ എടുക്കാൻ പോകുന്നവരിലും കാണാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ ഭയാനകമായിരിക്കും. സൈക്കോളജി 2019 ചൈനയിൽ അബദ്ധത്തിൽ ലീക്കായി എന്ന് നാം മനഃപൂർവ്വമായി വിശ്വസിക്കുന്ന കൊറോണ വൈറസും ഇതിനെ പ്രതിരോധിക്കുവാൻ അവർ മുൻപ് കൂട്ടി നിർമ്മിച്ചു വെച്ച വാക്സിനുകളും ഇനി അവർ നടത്തുവാൻ പോകുന്ന ജൈവയുദ്ധങ്ങളുടെ ടെസ്റ്റ് ഡോസുകളാണെന്നുള്ള വെളിപ്പെടുത്തലുകൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എനിക്ക് ലഭിക്കുമ്പോൾ ഇനി പുതിയൊരു വൈറസിനെ അവർ പുറത്തുവിടുകയും അതിലൂടെ മരണസംഖ്യകൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ വൈറസിനെ പ്രതിരോധിക്കുവാൻ എന്ന രീതിയിൽ അവർ നിർമ്മിച്ചെടുത്ത വാക്സിനുകൾ മനുഷ്യ ശരീരങ്ങളിൽ കുത്തിവെച്ച് പരീക്ഷണ വസ്തുക്കൾ എന്ന പോലെ നമ്മുടെ ശരീരങ്ങളെ അവരുടെ ആയുധങ്ങളാക്കുവാൻ പോകുകയാണ്. വളരെ വിശദമായി പറഞ്ഞാൽ ലിക്വിഡ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ടെക്നോളജി അഥവാ മനുഷ്യ ശരീരത്തെയും തലച്ചോറിനെ പോലും സാറ്റലൈറ്റിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്സിനേഷനുകൾ പുറത്തു വരാൻ പോകുകയാണ്.